ഹലോ, ഇന്ന് ഞാൻ ഒരു ഫേസ് പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് മുഖം എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ടാൻ ആകും. അപ്പം ഇവിടെ ഈ ഒരു ഇങ്ങനെ ഒരു കരിവാളിപ്പ് പോലെ വരും. അപ്പം അത് റിമൂവ് ചെയ്യാനായിട്ട് നമ്മുടെ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ഫേസ് പാക്കാണ് ഇത്. പക്ഷേ എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒന്നുമില്ല, കസ്തൂരി മഞ്ഞൾ, മുൾത്താനി മിട്ടി, തേന്, വാട്ടർ, ഇതാണ് ഫേസ് പാക്ക്. ഇത് ആഴ്ചയിലൊരിക്കൽ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡിപ്പെൻസ്, എല്ലാ ഫേസ് പാക്കും എല്ലാ പ്രൊഡക്ട്സും എല്ലാ ഫേസ് പ്രൊഡക്ട്സും ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ചിരിക്കും. ഇപ്പം എനിക്ക് സ്യൂട്ടാവുന്നത് വേറൊരാൾക്ക് സ്യൂട്ടാവണമെന്നില്ല. അപ്പം എനിക്കിപ്പോൾ അത് സ്യൂട്ടായി എന്ന് പറഞ്ഞിട്ട് അത് വേറൊരാൾക്ക് ചിലപ്പോൾ യൂസ് ചെയ്യുമ്പോൾ സൈഡ് എഫക്ട്സ് കാണാം. അപ്പം നിങ്ങൾ ആദ്യം ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തെങ്കിലും അലർജി ഉണ്ടോ എന്നൊക്കെ ഒരു പാച്ച് ടെസ്റ്റ് കയ്യിൽ എവിടെയെങ്കിലും അപ്ലൈ ചെയ്തിട്ട് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലും പെട്ടെന്ന് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ വർക്കാവില്ല. ഇപ്പം എക്സാമ്പിൾ, എനിക്ക് കടലമാവ് വർക്കാവില്ല. ഞാൻ ഒരു പ്രാവശ്യം കടലമാവ് യൂസ് ചെയ്തു, ഫേസിൽ അപ്ലൈ ചെയ്തപ്പം ഫുൾ കുരുവൊക്കെ വന്നിട്ട് ഫുൾ അലർജി പോലെയായിരുന്നു. ഞാൻ ഫേസ് എനിക്ക് ചൊറിയാൻ ഇങ്ങനെ ഇതായിട്ട് തുടങ്ങി, ഇച്ചിങ് ഒക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമായി. ഞാൻ ഹോസ്പിറ്റലൊക്കെ പോകേണ്ടി വന്നു. അപ്പം അത് എനിക്ക് കടലമാവ് പ്രശ്നമുള്ള കാര്യമാണ്. അപ്പം ഓരോരുത്തർക്കും ഓരോ ഐറ്റംസ് പ്രശ്നമായിരിക്കും. അതുപോലെ അലോവേര ജെല്ല് എനിക്ക് പ്രശ്നമാണ്. അലോവേര ജെല്ല് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ എനിക്ക് കുരു വരും. എപ്പോഴൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ കുരു വരും. അപ്പം ഓരോരുത്തർക്കും ഓരോന്നേ പറ്റുള്ളൂ. എനിക്ക് ഇത് ഓക്കെയാണ്. അതുപോലെ ഞാൻ അന്ന് കാണിച്ച ആ ഡീറ്റാൻ ജെല്ല്, അതൊക്കെ എനിക്ക് ഓക്കെ ആയിട്ടുള്ള പ്രൊഡക്ട്സാണ്. ഇപ്പം ഞാൻ പോൺസിൻ്റെ ഫേസ് വാഷ്, സ്ഥിരം ഞാൻ യൂസ് ചെയ്യുന്ന പോൺസിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ അതാ ഫേസ് പാക്ക് ഇടാൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് കസ്തൂരി മഞ്ഞളിടാം. ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓക്കെ, കുറച്ച് മതി, ഒരുപാട് വേണ്ട. കാരണം ഇപ്പം ഇത്ര മതി. ഇനി മുൾത്താനി മിട്ടി ഇടാം. അതും എന്താ പറയുക, 1:1 റേഷ്യോയിലിടണം. കാരണം മുൾത്താനി മിട്ടി കുറഞ്ഞു പോയിട്ട് ഇത് കൂടരുത്. അങ്ങനത്തെ ഒരു റേഷ്യോയിൽ ഇട്ടാലേ കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതാ, ഞാൻ ഈ ഒരു ഹിമാലയയുടെ ഹണിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഫേസിലപ്പോൾ അപ്ലൈ ചെയ്യാം നമുക്ക്. ഞാൻ ഒരു കൈ ക്യാമറ ഹോൾഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഒരു കൈ വെച്ച് അപ്ലൈ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ 2 കൈ വെച്ച് തന്നെ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുന്നതാണ് അതിൻ്റെ കറക്റ്റ് മെത്തേഡ്. ഞാൻ പറയില്ല, ഞാനത്ര ഭയങ്കര പ്രോ അല്ല ഇതിന്.
ഒരു പൊടിക്കൈകൾ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഭയങ്കര പ്രോ അല്ല. അപ്പം നമുക്ക് അപ്ലൈ ചെയ്തു. അധികം പുരികത്തിൻ്റെ അവിടെ നിന്ന് അപ്ലൈ ചെയ്യേണ്ട, കാരണം മഞ്ഞളായതുകൊണ്ട് ഹെയർ പൊഴിയും പെട്ടെന്ന്. പിന്നെ മഞ്ഞളിന് എല്ലാവർക്കും അറിയാമല്ലോ, അങ്ങനെ ഒരു ഗുണമുണ്ട് മഞ്ഞളിന്. നമ്മുടെ ഫേഷ്യൽ ഹെയർസും അത് റിമൂവ് ചെയ്യും. നല്ല ഉണങ്ങുകയാണെങ്കിൽ ഫേഷ്യൽ ഹെയർസ് അത് റിമൂവ് ചെയ്യും മഞ്ഞൾ. ശരിക്കും ഞാൻ എടുത്ത അത്രയും ക്വാണ്ടിറ്റി പോലും വേണ്ട. ഇതിപ്പം കഴുത്തിൽ യഥാർത്ഥത്തിൽ അപ്ലൈ ചെയ്യണം. ഞാനിപ്പോൾ കാണിക്കാനായതുകൊണ്ടാണ് അപ്ലൈ ചെയ്യാത്തത്. നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇത് പക്ഷേ നമ്മളൊരു ഇത് ഒന്ന് ഡ്രൈ ആകുന്നത് വരെ വയ്ക്കണം. നന്നായിട്ടില്ലേ ഫേസ്? വേറെ ആരെയും പോലും ഇരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആകുന്നത് വരെ വയ്ക്കണം നമ്മൾ. ഒന്ന് ഉണങ്ങണം, ഫുള്ളൊന്ന് ഉണങ്ങി പിടിക്കണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹലോ, അപ്പോൾ എന്താ ഫേസ് പാക്ക് ഇട്ട് കഴുകി, അതിൻ്റെ റിസൾട്ടാണിത്. അതായത് നമ്മൾ ആ ഡൾനെസ് കുറഞ്ഞിട്ട് ടാൻ ഒന്ന് ഇതായി കിട്ടും, ഡിമ്മായി കിട്ടും. നല്ല വ്യത്യാസമുണ്ട്. അത്യാവശ്യം ഒരു എന്താ പറയുക, ഒരു ഗ്ലോ ഉണ്ട് അല്ലേ? അപ്പം ഇതുപോലത്തെ ഫേസ് പാക്സ് ഒക്കെ ഇട്ട് ഇനിയും വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം. അത്രേ ഉള്ളൂ. ബൈ.